ഇവളാണോ? ഹായ്. ഹായ്. പറഞ്ഞിരുന്നില്ലേ? എന്താ ചെയ്യാ? ശരി. അടങ്ങിയിരിക്കേ. എന്താ ഇത്? ആവശ്യമുള്ളവൻ ഒരു റിയാക്ഷൻ കൊടുക്കാതിരിക്കണു. ഈ പേര് ശ്രദ്ധിച്ചായിരുന്നോ? തർക്കം. നോക്കാലോ, ഇതിന്ന് എങ്ങനെ ജയിച്ചു വരാന്ന് നമുക്കൊന്ന് കണ്ടറിയാലോ. തുടങ്ങാൻ പറ. അച്ഛാ, സ്റ്റാർട്ട് ചെയ്യ. എന്റെ മോൻ വിഷ്ണു മിലിറ്ററി ബോർഡറിൽ നാട് രക്ഷിക്കുന്ന പണിയായിരുന്നു. 4 കൊല്ലം ഉണ്ടായിരുന്നു. അവന്റെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. തക്ക സമയത്തിൽ ആംബുലൻസ് വന്നിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പിന്നെ എന്നെ സഹായിക്കാൻ വേണ്ടി അവൻ മിലിറ്ററി പണി ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു. ശമ്പളം കുറവാണെങ്കിലും സമാധാനം കിട്ടുന്ന ജോലിയാണേ. സമാധാനമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 2 കിലോ അരി വേണമെന്നും പറഞ്ഞ് കടയിൽ പോയി ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരുമോ? അത്യാവശ്യത്തിന് പണമൊക്കെ ഉണ്ട്. ആവശ്യമില്ലാതെ പണം സമ്പാദിച്ചു വെച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. ജീവിതത്തിൽ അത്യാവശ്യം സമാധാനം. ആ ശരി, എന്റെ മോൻ ഇതുവരെ 1000 പേരെ ജീവനിൽ രക്ഷിച്ചിട്ടുണ്ടാവും. 1362. എല്ലാം കൃത്യമായിട്ട് തന്നെയാണല്ലോ പറയുന്നേ. ഈ പ്രശ്നം തീരുന്നു തോന്നുന്നില്ല. ഒട്ടും പരിചയമില്ലാത്ത ഓരോരുത്തരും അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് ഞാൻ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ന് അവനോട് പറയും. അത് കേൾക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ? ഇതുവരെ ഇവന്റെ ആംബുലൻസ് 146 പ്രസവം നടന്നിട്ടുണ്ട്. പെൺകുട്ടി ജനിച്ചാൽ വിഷ്ണുപ്രിയ, ആൺകുട്ടി ജനിച്ചാൽ വിഷ്ണു പ്രിയൻ എന്നാ പേര് വെക്കാറുള്ളത്. പേര് വെച്ചാ അരി കിട്ടുവോ? ഇയാൾക്ക് എന്താ ചെട് കേൾക്കില്ലേ? എന്താ ചെയ്യണ്ടേ? ഇനിയും കുറച്ച് കയറ്റി പറയാൻ പറ. അച്ഛാ, കുറച്ചുകൂടെ പൊക്കി പറ. നമ്മൾ കാരണം മറ്റുള്ളവർ കഷ്ടപ്പെടരുതെന്ന് വിചാരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൻ ചെന്ന് നോക്കും. 2 പേര് സ്നേഹത്തിലാന്ന് അറിഞ്ഞാൽ അവരെ യോജിപ്പിക്കാൻ എന്തും ചെയ്യും. മകന്റെ കഴിവിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കുന്ന കേട്ടില്ലേ? എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂത്തവരെ നല്ലപോലെ ബഹുമാനിക്കും. ഒരു സ്ത്രീയെ ദേവിയെ പോലെയാണ് കരുതുക. ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുന്നവനാ. എന്താടാ ഒരു റിയാക്ഷനും ഇല്ലല്ലോ? കോരിയിടാണെന്നുള്ളതേ ശരിക്കും മനസ്സിലായി. ഡാടാ, ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഇവൻ തന്നെ അത് ചികിത്സിച്ച് ശരിയാക്കുന്നേ. ആളൊരു ചെറിയ വൈദ്യനാ. എന്താടാ പറഞ്ഞു നിന്റെ പണിയും കൂടി ഇത് ചേർത്തോ? അത് ശരിയാണല്ലോ. അയാൾ ഡ്രൈവറല്ലേ? ഡ്രൈവർ ഒന്നും പറയാൻ പാടില്ല, പൈലറ്റ്. നീ മിണ്ടല്ലേ. വണ്ടി ഓടിച്ചോണ്ട് എങ്ങനെയാ ട്രീറ്റ്മെന്റ് കൊടുക്കുക? കണ്ടുപിടിച്ചു. ദാ അവന്റെ മോന്ത കണ്ടില്ലേ? ഇവനൊക്കെ ചികിത്സിക്കുന്ന മുഖമാണോ? എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതങ്ങൾ ചെയ്യും അല്ലടാ. ഇതിലും ഭേദം അയാളുടെ മുഖത്ത് കാറ് തുപ്പുന്നതായിരുന്നു. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സമ്മതമാണോന്ന് ഇപ്പൊ തന്നെ പറഞ്ഞോളണം. എടാ വൈകുണ്ഠം, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇല്ല, എന്തോന്ന്? ഇവിടെ നിങ്ങക്ക് പെണ്ണൊന്നുമില്ല. ആരാടാ ചോദിച്ചില്ലേ? പിന്നെ ഇയാളെന്താ ഈ ചാനലിനെ കുത്തിയിരിക്കുന്നത്? മാന്യന്മാർ അവമാനിക്കാൻ ശ്രമിച്ചാണല്ലോ. ഞാൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞ നീ? അങ്ങനെ എന്നോട് പറഞ്ഞു. നിനക്ക് ഇഷ്ടമാണെന്ന് പറ. ചോദിച്ചത് കേട്ടില്ലേ? പിന്നെന്താ? എന്നിട്ട് താളി കേട്ട് ബാക്കി കാര്യം പിന്നെ നോക്കാം. നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്ന് കരുതിയാ നിങ്ങളോട് ഞാൻ പെണ്ണ് ചോദിക്കാൻ വന്നത്. ഇതിന്റെ ഉത്തരം ശരിക്കും നിങ്ങളാണ് പറയേണ്ടത് അല്ലേ? എന്നിട്ട് ഒരു പീക്കിരി പൈനെ കൊണ്ട് ഞങ്ങൾ അപമാനിക്കുക. കൊണ്ട് വന്നേ കൊണ്ട് വരാനാവുള്ള താല്പര്യമുണ്ട്. അടുത്ത മുഹൂർത്തത്തിലെ കല്യാണം. എങ്ങനെയുണ്ട്? ഇതെല്ലാം എന്റെ ഐഡിയ ആണ്. നല്ല കളിക്കാലല്ലേ മീന് കിട്ടുള്ളൂ. മതകട ബാബു ആസ്പത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. അവന്റെ പുറത്തൊരു കണ്ടുണ്ടായിരിക്കണം ഞാൻ പറഞ്ഞല്ലേ? പോയി അന്വേഷിക്കേ. കഷ്ടകാലത്തിന് കണ്ണില്ല മകനെ, ദുഷ്ടത്തരത്തിന് ശാപം തീരില്ല നിശ്ചയം. അത് ശരിയല്ലേ? അയ്യോ, നിന്നെ അല്ലടാ ചുറ്റിത്തിരിഞ്ഞു വന്നത്. അവനോട് പോയി ജോലി ചെയ്യാൻ പറഞ്ഞ ദ്രോഹം.  ചെയ്യരുതടാ, നീ നന്നായിരിക്കില്ല. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെയാ.
അമ്മേ അച്ഛനുള്ള ടർക്കി കോഴി ബിരിയാണി റെഡിയാണോ? ചൂടായിട്ടുണ്ട്. ചൂടാറുന്നതിന് പോയി കഴിക്കേ, ശരീരം സൂക്ഷിക്കേ. ഈ നാട്ടിൽ അവൻ മന്ത്രിയാ ഞാൻ മന്ത്രിയാ? ഞാനല്ലേ. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഉത്തമ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ അവൻ രക്ഷപ്പെട്ടു. ഇനി എന്താ ചെയ്യാ? ശരി. അമ്മേ അനിയൻ എന്തിയേ? അവനെ തല്ലല്ലേ എങ്ങനെ? വിട്ടെ വിട്ടെ വിട്ടെ, പോട്ടെ പോട്ടെ, നിങ്ങൾ മാറിക്കേ 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 മാറിക്കേ. മുരുകേശ, പോലീസിനെ വിളിച്ചേ. ആരെങ്കിലും ഒരുത്തരുവാ. അളിയാ, നമ്മുടെ സിസ്റ്ററിന്റെ ഫ്രണ്ട് ഗൗരി ഇല്ലേ, അവളെ കോളേജ് വെച്ച് ആരോ ഒരുത്തൻ അടിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളൊക്കെ അവനെ കയറി അടിച്ചു. അവൻ അവിടെ തന്നെ കിടക്കുന്നത്. നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പെട്ടെന്ന് പോ. വൺ സൈഡ് ലവ്. ഇതിനകത്താ സാറേ ഉള്ളേ. ആയിക്കോട്ടെ. സാർ, മന്ത്രി നാരായണന്റെ അനിയനാണ് സാർ. എന്താണ് പറയുന്നത്? അതെ സാർ. എണീക്ക്. സ്റ്റുഡൻസിനോടൊക്കെ ക്ലാസ്സിലേക്ക് പോകാം. ആവശ്യമില്ലാതെ ആരും വെളിയിൽ നിൽക്കണ്ട. എല്ലാവരും അവരുടെ ക്ലാസ്സിൽ പോയേ. അകത്തെന്താ പ്രശ്നം? അതെ സാറേ, അടി നടന്നതിന് ശേഷം ഞാൻ അറിയുന്നത്. പൾസൊക്കെ ഉണ്ട്.
എടോ നീ എന്താണ് ഈ റോഡ് കൂടെ പോകുന്നേ? എങ്ങനെയാ പറ്റിയത്? കോളേജ് വെച്ച് ഒരു റാസ്കൽ അടിച്ചതാ. ബ്ലഡ് അറസ്റ്റ് ചെയ്തു. ഞാൻ പെയിൻ കില്ലർ കൊടുത്തു. കയ്യിലിട്ട ശരിയാവുന്ന പറയുന്നു ഡോക്ടർ. ശരി, നോക്കാം. ചേട്ടാ കൊണ്ടുപോയി നമ്മൾ വിൽക്കുക. ഒരു കുഴപ്പമുണ്ടാവില്ല, പേടിക്കാതെ. മോനെ എന്നെ മുൾക്കൊന്നുമില്ലല്ലോ. അതെല്ലാം ഒന്നുമില്ല, എല്ലാം ശരിയാവും. അയ്യോ സുഖമായിട്ടിരിക്കുക, പോയി നോക്കൂ. ചേട്ടാ 4ാമത് വാർഡ്. ശരി. എന്നാ പിടിച്ചോ. പോയി ഫേസ് വാഷ് ചെയ്യ്. കൊന്നുമല്ലേ നീ ഞങ്ങളുടെ ചേട്ടനെ? കൊന്നുമല്ലേ? നീ എന്താടീ പറയണത്? എടാ ഞങ്ങള് പറ്റാവുന്ന ശ്രമിച്ചു നോക്കി. ഞങ്ങളുടെ ജോലിയല്ലേ ചെയ്തേ. എനിക്കറിയാം, നീ വരുമ്പോ തന്നെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ നടക്കുന്നു. ചേട്ടാ ചേട്ടാ അവന്മാർ നമ്മുടെ ചേട്ടനെ കൊന്നു. ചേട്ടാ ചേട്ടാ എടോ ഉത്തമ, എന്താണോ സംഭവിച്ചേ? എങ്ങനെയുണ്ടോ അനിയൻ? ചേട്ടാ ആംബുലൻസ് ഡ്രൈവറാണ് നമ്മുടെ ചെക്കനെ കൊന്നത്. എന്താണോ പറയുന്നേ? നേരെ വരാതെ ചുറ്റിക്കറങ്ങി വന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ ചെക്കനെ കൊന്നു. ചേട്ടാ എന്തോ മനസ്സിൽ വന്നേ പുലി. അവൻ കുറ്റം മൊത്തം നമ്മുടെ പേരിലെ പറയണേ. വെറുതെ അനാവശ്യം പറയാൻ നിൽക്കരുത്. മെയിൻ റോഡിൽ ട്രാഫിക് അധികമായോണ്ടാ ചുറ്റി തിരിഞ്ഞ് ബൈപ്പാസിലൂടെ വന്നത്. സാർ, ഞാൻ എന്റെ ജോലി ആത്മാർത്ഥത ചെയ്തിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് എന്റെ അനിയൻ മരിച്ചേ? അവനെ വിടരുത്. നിന്റെ വണ്ടിയിൽ കയറുന്ന ആൾക്കാരുടെ ജീവന് നീയാണ് രക്ഷകെന്ന് പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് എന്റെ അനിയൻ മരിച്ചേ? നിന്റെ അമ്മ ഒരു ജീവന് പറഞ്ഞില്ലേ? വണ്ടി തൊട്ട് കളിക്കരുത്. എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യൂടാ? ചോദിക്കടാ ഇവരോട്. നിന്റെ അനിയെന്ന വലിയ പുള്ളിയായിരുന്നു. അവൻ വെറും ഒരു തെരുവ് നോയായിരുന്നോ? അവനെയൊക്കെ നടുറോഡിലിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് കല്ലെറിഞ്ഞ് കൊല്ലിക്കായിരുന്നു വേണ്ടത്. വേണ്ടി പോരുത്. ആംബുലൻസ് അവന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് അവൻ തിരിച്ചു വന്ന് നിന്നെ ചെയ്യാഞ്ഞത്. ഇതിപ്പോ ഇവന്റെ അടുത്ത് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ ചാങ്ക അവൻ ഓർത്ത് കളഞ്ഞേനെ. ഇവിടെ നല്ലതാരാണെന്ന് ചീത്തയാരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. കാഴ്ച കണ്ടോണ്ട് നിന്നോണം. ആരെങ്കിലും എന്തെങ്കിലും സൗജന്യം കൊടുത്ത് അങ്ങോട്ട് ഓടി പോയിക്കോളും. നാണമില്ലല്ലോ നിനക്കൊന്നും. വിടില്ലടാ നിന്നെ.
പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് ഒന്നിനും ഒരു പരിഹാരമാവില്ല. സ്നേഹത്തെക്കാളും വലിയൊരു ആയുധം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ നിനക്ക് അവനെ ശിക്ഷിക്കണം എന്നുണ്ടെങ്കിൽ മാപ്പ് നൽകുന്നതിനേക്കാളും വലിയൊരു ശിക്ഷ വേറെ ഒന്നും തന്നെ ഇല്ല. എന്താ നടന്നെന്ന് വെച്ചാ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് നീ മുന്നോട്ട് പോവൂ. നമുക്ക് വേറെ ഒത്തിരി ജോലിയുണ്ട് മോനെ. നമ്മുടെ ശക്തിയൊക്കെ ഇവനെ ആലോചിച്ച് കളഞ്ഞ് നമ്മുടെ സമയം മെനക്കെടുത്തണ്ട മോനെ. ശരി സാർ. ഹലോ, ഏത് ഏരിയ? ശരി, ദേ വന്നേക്കാം. ആ, എന്താ? ഡെലിവറി കേസാ. ശരി പോ. സൂക്ഷിച്ചോ. ചേട്ടാ, വണ്ടി എടുക്ക്. ജയകുമാർ, ചേട്ടാ. നമ്മുടെ വണ്ടി നീ എടുക്ക. ആ ശരി. വേറെ പോലീസ് സ്റ്റേഷൻ. ശരി. സാർ, എന്താ എന്താണോ വേണ്ടേ? കംപ്ലൈന്റ് ആരുടെ പേരില്? മന്ത്രി നാരായണൻ തന്റെ പേരിൽ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. അങ്ങേരുടെ അനിയനെ കൊന്നത് താനാണെന്ന് പറഞ്ഞു. ഡാ, തന്നെ ഞാൻ പൊക്കണമെന്ന് കരുതിയതാ. എന്തായാലും നീ തന്നെ വന്നല്ലോ. പോയിരിക്കടാ. പോടോ. മുൻവൈരാഗ്യം കൊന്നു. നീ വലിയ ക്രിമിനൽ തന്നെയാടാ. എടോ സെൽവം, ഇവരവിടെ ഇരുത്ത്. ആടോ, വന്നിരിക്കേ. ഇവിടെ ഇരി. തറയിലിരിക്കാൻ പറയടാ. ഇരിക്കാതല്ലേ പറഞ്ഞേ? ഷർട്ട് ഊരാൻ പറയടാ. ഷർട്ട് അഴിക്കാൻ. തന്നോട് പ്രത്യേകം പറയണോ? ഊരടാ. സാറ് പറയുന്നില്ലേ അഴിക്കാൻ. വെളി പോടോ. മനുഷ്യാണെന്നുള്ള പരിഗണന പോലല്ലോ. പറയുന്നത് മനസ്സിലാവുന്നില്ല നിനക്ക്? സാർ, തെറ്റാണ് സാറേ. സാർ, PM റിപ്പോർട്ട് സാർ. സാർ, അവൻ ഹോസ്പിറ്റലിൽ എത്തുന്ന 1 മണിക്കൂർ മുമ്പ് മരിച്ചിരുന്നു. വിഷ്ണു കോളേജിൽ നിന്ന് 25 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ അവനെ കണ്ടതിനും ആംബുലൻസ് വരുന്നതിനും ഇടയിലുള്ള സമയത്താണ് അവൻ മരിച്ചിരിക്കുന്നത്. നമ്മളവൻ്റെ പൾസും കൂടെ നോക്കിയില്ലല്ലോ സാർ. സാർ, അവർ രണ്ടുപേരും ഇപ്പം തന്നെ പറഞ്ഞു വിട്ടേക്കട്ടെ. റഹ്മാൻ, ആ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ അസംബിൾ ചെയ്തേ. ഏത് ക്ലാസ് വെച്ചാ സംഭവം നടന്നത്? സെക്കൻഡ് BSc സാറേ. ആ ക്ലാസ്സിലെ സ്റ്റുഡൻസ് മാത്രം മുന്നോട്ട് വന്നേ. സെക്കൻഡ് BSc മാത്രം മറ്റുള്ളവരൊക്കെ പുറത്തോട്ട് മാറിക്കേ. സെക്കൻഡ് BSc മാത്രം മുന്നോട്ട് വാ. ആ, കരുതിക്കേ. ഇങ്ങോട്ട് കരുതിക്കേ. ബാക്കിയുള്ളവരൊക്കെ മാറേ. ഒന്ന് വേഗം വന്നേ. ആരാ അവനെ ആദ്യം തല്ലിയത്? ചോദിച്ചത് കേട്ടില്ലേ? പറയാൻ. അവനെ ആരാ ആദ്യം തല്ലിയെന്ന് ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇത് സാർ? എന്റെ ഫ്രണ്ടിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? തലയിൽ 130 തയ്യല. ജീവൻ തിരിച്ചു കിട്ടോ ഇല്ലയോന്ന് ഉറപ്പില്ല. അതിന്റെ കാരണക്കാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണോ? ഇത് കൊലക്കേസാ. ആ പയ്യൻ മരിച്ചുപോയി. അപ്പോ എന്റെ ഫ്രണ്ട് മരിച്ചില്ല എന്നുള്ള വിഷമാണോ നിങ്ങൾക്ക്? പറയൂ സാർ. അവൻ ചെയ്തത് തെറ്റല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റല്ല സാർ.
നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ സാർ നടക്കുന്നത്? ചേർച്ചിനകത്ത് കയറി വെട്ടുന്നു, റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെട്ടിക്കൊല്ലുന്നു, വീട്ടിനകത്ത് കയറി കൊല്ലുന്നു, ആസിഡ് വരെ ഒഴിക്കുന്നു. ബസ്സില്, കാറില്, റോഡില്, പഠിക്കുന്ന സ്ഥലത്ത്, എല്ലാ സ്ഥലത്തും. ഇനി എത്ര പേരെ ജീവൻ എടുത്താലും ഇതൊന്നും തീരാ. ചാകണോ? ഇവിടെയുള്ള എല്ലാ പെമ്പിളാരും ചത്ത കളഞ്ഞേക്കാം. അപ്പമാര് മാറോ? പറയ് സാർ. ചോദിച്ചാ പറയും ഡ്രസ്സ് ശരിക്കും ഇടാഞ്ഞിട്ടാന്ന്. വെറും 5 വയസ്സിലെ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു, എന്നിട്ട് അവരെ കത്തിച്ച് കളയും ചെയ്യുന്നു. വയസ്സായ അമ്മൂമ്മയെ നശിപ്പിക്കുന്നു. അവരുടെ ഡ്രസ്സിൽ എന്താ കുഴപ്പം? ഇനി എന്തൊക്കെ ടോർച്ചർ ചെയ്യാം? ഇഷ്ടമുള്ള ആളെ കിട്ടിയാലും കൊല്ലുന്നു, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും കൊല്ലാണ് ചെയ്യുന്നത്. ഞങ്ങൾ സത്യത്തിൽ എന്താണ് സാർ ചെയ്യേണ്ടത്? മൃഗമാണെന്ന് അറിഞ്ഞാൽ അവന് ഈ സമുദായത്തിന് വേണ്ടെന്നുള്ള തീരുമാനം എന്തുകൊണ്ടാണ് സാർ എടുക്കാത്തത്? മുഖത്തെ മൂടി കൊണ്ടുപോകുന്നു, പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്തിനാ വെറുതെ വിടുന്നത്? പുറത്തു വന്ന് അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്നു. 5 സെക്കൻഡ്സ് വേൾഡ് ആണ് സാർ ഇത്. ഈ ലോകത്ത് ഏതൊരു വൃത്തിയുടെ അത്ഭുതവും നടന്നാൽ അത് വെറും 5 സെക്കൻഡ് മാത്രമേ നിലനിൽക്കുള്ളൂ. 6ാമത്തെ സെക്കൻഡിൽ അടുത്ത എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ അതിന്റെ പുറകെ പോവുകയും ചെയ്യും. അപ്പൊ തെറ്റ് ചെയ്തൊരു ശിക്ഷ ആരാ കൊടുക്കുന്നത്? ശിക്ഷിക്കണം സാർ. എല്ലാ തെറ്റുകളും ജനങ്ങളുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്നത് കാണുന്നവർക്ക് പേടിയാ. അതുകൊണ്ട് കുറ്റവാളികൾക്ക് പേടിയില്ലാതാവുന്നത്. പേടി വരണു സാർ. റോട്ടിലിട്ട് ചുടു. ഞങ്ങൾ തിരിച്ചടിക്കും സാറേ. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെയ്യാം. കൂടുതൽ ശബ്ദം ഉയർത്തിയ 3-4 പെമ്പിള്ളേര് അവരെ സന്ധ്യയോട് പറയേ എങ്ങനെയും സ്റ്റേഷനിലെത്തിക്കാം. എന്താ അത് വേണം സർ. പറഞ്ഞതുപോലെ ചെയ്യടോ. സാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്വേഷിക്കുന്നുണ്ട് സാർ. അങ്ങനെ വിട്ടേക്ക് സാർ. സ്റ്റുഡൻസിന് സൊസൈറ്റിനോട് റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. 4 സ്ഥലത്ത് ഇതുപോലെ സംഭവിച്ചാലാണ് തെറ്റെന്നവർക്ക് പേടി തോന്നും. അതങ്ങനെ വിട്ടേക്ക്. മരിച്ചത് മന്ത്രിയുടെ മകനാ സാർ. എൻ്റെ വായിൽ വലുതും വന്നേക്കും. പറഞ്ഞു ചെയ്താൽ മതി. ശരി സാർ. റഹ്മാൻ വിട്ടേക്ക്. താൻ വിട്ടാലും ഞാൻ വിടില്ലടോ ഉത്തമ. മരിച്ചത് എന്റെ അരിയനാ. അവന്റെ വീട്ടിലെ ഒരു ജീവനെങ്കിലും പോണം, എന്നാലേ ഞാൻ അടങ്ങൂ. ചെയ്ത ശാപത്തിന് പണി കിട്ടും. അവനെ കൊണ്ട് 3 പെണ്ണുങ്ങളാണ് മരിച്ചത്. അവരുടെ പ്രേതാണ് അവനെ ശിക്ഷിച്ചത്. എടോ താനൊക്കെ ഒരു തന്തയാണ്. പോടാ അവിടുന്ന്. ശാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇതോടുകൂടി അത് വിട്ടേക്ക്. നീ എന്തെങ്കിലും ചെയ്ത് പുതിയ കുഴപ്പത്തിൽ പോയി ചാടാതെ. എനിക്ക് നല്ല ദേഷ്യം. എനിക്ക് ദേഷ്യം വരൂടാ. അതെ, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മരിച്ചു പോയത് നമ്മുടെ മകനാ. നിങ്ങൾ വരൂ. അതിന് നീ ഒരാഴ്ച കരഞ്ഞില്ലേ? ചെല്ലേ കയ്യോങ്ങുന്നു.